وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. السلام عليكم ورحمة الله. സഹോദരന്മാരെ, സൂറത്ത് അൽ ബഖറയിലെ 198 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചത്. ഏതാനും ആയത്തുകളിലായി അല്ലാഹു ഹജ്ജ് സംബന്ധമായ കാര്യങ്ങളെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അറഫക്ക് ശേഷം മുസ്ദലിഫയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക്, അവിടെ വെച്ചുള്ള മുസ്ദലിഫയിൽ വെച്ചുള്ള പ്രാർത്ഥന, ഇതിനെ പറ്റിയൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സൂചിപ്പിച്ചത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. ثم أفيضوا, പിന്നെ നിങ്ങൾ ഒഴുകണം. നേരത്തെ അറഫയിൽ നിന്ന് ആളുകൾ ഒഴുകുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അഫീദു എന്നാണ്, നിങ്ങൾ ഒഴുകണം എന്നാണ്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിൻ ഹൈസു അഫാദൻ നാസ്, ജനങ്ങൾ എവിടേക്കാണോ ഒഴുകുന്നത് അവിടേക്ക് നിങ്ങൾ ഒഴുകുക. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇവിടെ ഈ വാക്യം, ഈ ആയത്ത് അല്ലാഹു ആരംഭിക്കുന്നത് സുമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സുമ്മ എന്നതിന് പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സുമ്മ അഫീദു, പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? അഫീദു മിൻ ഹൈസു അഫാദൻ നാസ്, ജനങ്ങൾ എവിടെ നിന്നാണ് ഒഴുകുന്നത് അവിടെ നിന്നാണ് നിങ്ങൾ ഒഴുകേണ്ടത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും ദുൽഹിജ്ജ 9 അന്ന് രാവിലെ ഒരു പ്രഭാതത്തോടുകൂടി സൂര്യൻ ഉദിച്ച് അല്പം ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും അറഫയിലേക്ക് നീങ്ങുകയാണ്, ഒഴുകുകയാണ്. മിനയിൽ നിന്ന് അവിടെ അറഫയിൽ സമ്മേളിച്ച്, അത് ഹജ്ജിന്റെ നിർബന്ധമായ ഘടകമാണ്. അറഫയിൽ ഒരാൾ സമ്മേളിക്കാതിരുന്നാൽ, അവിടെ ഒരു നിമിഷമെങ്കിലും പങ്കെടുക്കാതിരുന്നാൽ അയാളുടെ ഹജ്ജ് ബാത്തിലാണ്.
അപ്പോൾ ആദ്യം നിങ്ങൾ അറഫയിൽ സമ്മേളിച്ച് ആ അറഫയിൽ നിന്നാണ് നിങ്ങൾ മുസ്തലിഫയിലേക്ക് ഒഴുകേണ്ടത്. ഇത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികളായ ആളുകൾ, അത് ഖുറൈശികളിൽ തന്നെ പല പ്രമുഖന്മാരായ ആളുകൾ, അവര് അറഫയിൽ പോവില്ല. ഹജ്ജിന് വരുമ്പോൾ അവർ നേരെ മുസ്തലിഫയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ മിനയിലേക്ക് വരും. ഇത് പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അറഫയിൽ നിങ്ങൾ സമ്മേളിക്കണം. അവിടെ നിന്ന് അറഫയിൽ നിന്നാണ് മുസ്തലിഫയിലേക്ക് വരേണ്ടത്. നേരെ മുസ്തലിഫയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു ദുരാചാരം ഇസ്ലാം ഇല്ലാതാക്കുകയാണ്. ഇങ്ങനെയാണോ പ്രവാചകന്മാരിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അനുഷ്ഠിച്ചു വരുന്ന കാര്യം അറഫയിൽ ദുൽഹിജ്ജ് 9 അന്ന് സമ്മേളിക്കുക, അത് കഴിഞ്ഞ് നേരെ മുസ്തലിഫയിലേക്ക് വരിക, മുസ്തലിഫിൽ നിന്ന് പിറ്റേന്ന് രാവിലെ മിനയിലേക്ക് പോവുക. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും അനുഷ്ഠിച്ചു വരുന്ന ആചാരം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സഹീഹ് ബുഖാരി എടുത്താൽ ഏതാണ്ട് ഒരു 1.5 പേജോളം ദൈർഘ്യത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ഹജ്ജ് കർമ്മം ചെയ്തത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ ഒഴുകുന്നിടത്ത് നിന്ന് നിങ്ങൾ ഒഴുകുക. അതാ അറഫയിൽ പോയി അവിടെ നിന്ന് നിങ്ങൾ മുസ്തലിഫയിലേക്ക് വരണം. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. മുസ്തലിഫയിലും അറഫയിലും മുസ്തലിഫയിലും ഒക്കെ നമുക്ക് നിർവഹിക്കാനുള്ളത് റഹ്മാനായ നാഥനോട്, അല്ലാഹുവിനോട് പാപമോചനം തേടുക എന്നതാണ്. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ഫൈദാ ഖളൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ നിങ്ങളുടെ മനാസിക്കിൽ നിന്ന് ഒഴിഞ്ഞാൽ, മനാസിക് എന്ന് പറഞ്ഞാൽ ത്യാഗകർമ്മങ്ങൾ, ആരാധനകൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ മനാസിക് എന്ന പദം കൂടുതലായി ഉപയോഗിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകങ്ങൾക്ക് കിതാബുൽ മനാസിക് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇതാ ഖളൈതും മനാസികക്കും, നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് വന്നു, അവിടെ രാപ്പാർത്തു. അതിനുശേഷം പിറ്റേന്ന് സൂര്യോദയത്തോടുകൂടി മിനയിലേക്ക് പോകും. മിനയോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരു തവാഫാണുള്ളത്, തവാഫുൽ ഇഫ്റാം. അപ്പോൾ ഇതാ ഖളൈതും മനാസിക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ. ഔ അശദ്ദ ദിക്റ, അതിനേക്കാൾ കൂടുതൽ അല്ല, അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെയല്ല, അതിനേക്കാളും കൂടുതലായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം എന്നാണെന്ന് പറയുന്നത്. ഇത് പറയാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ഈ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ അവര് മുസ്ദലിഫയിൽ നിന്ന് മിനയിൽ വന്ന് അവിടെ 3 ദിവസം തമ്പടിക്കല്ല. 2 ദിവസം നിർബന്ധമാണ്, 3 ദിവസം സുന്നത്തുമാണ്. അപ്പൊ ഈ 3 ദിവസം മിനയിൽ സമ്മേളിക്കുമ്പോൾ അവിടെ വെച്ചവർ കാര്യമായി ചെയ്തിരുന്നത് തങ്ങളുടെ ഈ ഓരോ ഗോത്രങ്ങളും അവരുടെ പൂർവികന്മാരെ സംബന്ധിച്ചുള്ള മദ്ഹുകൾ പറയുകയായിരുന്നു. അവരെ പുകഴ്ത്തി പറയുക, അവരുടെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടുള്ള ഗാനങ്ങളും കവിതകളൊക്കെ അവതരിപ്പിക്കുക, ഇതായിരുന്നു അവർ മിനയിൽ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു ഇതോട് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പൊ ഇതാ ഖളൈതും മനാസികക്കും, നിങ്ങളുടെ ആരാധന കർമ്മങ്ങൾ, ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിക്കുന്ന സന്ദർഭത്തിൽ അഥവാ മിനയിൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ. ഇവിടെ മറ്റൊരു വ്യാഖ്യാനവും കൂടിയുണ്ട്. അഥവാ നമ്മളെ വാപ്പനോട് അല്ലെങ്കിൽ നമ്മളെ അമ്മനോടൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവായിട്ട് എത്ര അടുക്കണം, അതിനേക്കാൾ അടുക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തൻ്റെ മാതാവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുക? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മൻ്റെ കൈ പിടിച്ച് കരഞ്ഞു പറയും, അപ്പം അത് ചെയ്തു. ഇതുപോലെ നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം. ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാളും നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെയല്ല, അതിനേക്കാളും കൂടുതലായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. എന്നിട്ട് അല്ലാഹു വേറൊരു കാര്യം പറയുന്നു, ഫമിനൻ നാസി മൻ യഖൂൽ, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരിങ്ങനെ പറയും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ഹജ്ജിന്റെ വേളയിലൊക്കെ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് നൽകണം. ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവരിങ്ങനെ പ്രാർത്ഥിക്കും, മക്കൾക്ക് നല്ലത് കിട്ടണം, നല്ല ജോലി കിട്ടണം, മറ്റേത് കിട്ടണം, അങ്ങനെ ദുനിയാവിലെ ഓരോ കാര്യങ്ങൾ, നല്ല ജോലിയിൽ ഉയർച്ച കിട്ടണം, അങ്ങനെ. അപ്പൊ അങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങൾ, ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് നൽകണേ. പക്ഷെ അല്ലാഹ് അവരെ പറ്റി പറയുന്നു, അവർക്ക് ആഖിറത്തിൽ ഒരു ഓഹരിയില്ല. ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവർക്ക് ആഖിറത്തിലൊന്നുമില്ല. ദുനിയാവിന്റെ കാര്യങ്ങൾ ഇപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അത് വേറൊരു കാര്യം. അപ്പൊ ദുനിയാവിൽ അവർക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹിനോട് കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് അതും തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. എന്നാൽ അവരിലുണ്ട് മയ്യഖൂലു, ഇങ്ങനെ പറയുന്നു. എന്താ അവർ പറയുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ഒക്കെ അറിയുന്ന ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതലായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായി ഹദീസുകളിലൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ നാഥ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് നൽകണം, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് നൽകണം, വഖിനാ അദാബൻ നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ആ ഒരു വിശ്വാസിക്ക് എന്താണോ റബ്ബിനോട് പറയാനുള്ളത് അത് മുഴുവതിലുണ്ട്. ദുനിയാവിന് നല്ലത് നൽകണം, ദുനിയാവിന്റെ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതലായി നമ്മൾ ആഖിറത്തിന്റെ കാര്യം പറയണം. വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് നൽകണം, വഖിനാ അദാബൻ നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. എന്നാണല്ലോ നമുക്ക് റബ്ബിനോട് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തവാഫ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി കൂടുതലായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അതുപോലെ തന്നെ അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ നമ്മൾ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയും നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇത് തന്നെയാണ്, റബ്ബനാ ആതിനാ. കാരണം ഈ പ്രാർത്ഥന അല്ലാഹു പറയുന്നത് തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ്. ഹജ്ജിൽ ഇങ്ങനെ വരുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും, ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് നൽകണം, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ പറയും. പക്ഷെ പരലോകം മറന്നു പോകും. പരലോകമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു പ്രത്യേകം ഓർമ്മിക്കുന്നത്, ദുനിയാവിൽ നൽകണേ, ആഖിറത്തിൽ നരകശിക്ഷയിൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് അവരെ അല്ലാഹു പ്രത്യേകം പുകഴ്ത്തി പറയും, ഞാനെ ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി ഒരുപോലെ പ്രാർത്ഥിക്കുന്ന അവർക്ക് അവർ സമ്പാദിച്ചതിന്റെ ഓഹരി അവർക്ക് ലഭിക്കും. അല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു അതിവേഗത്തിൽ ഹിസാബ് നടത്തുന്നവനാണ്, വിചാരണ ചെയ്യുന്നവനാണ്, കണക്ക് നോക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം പോരാ, എന്ന് മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്. ഈ ക്ഷണികമായ ഈ ദുനിയാവിന്റെ കാര്യങ്ങളാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവനത് വേഗം അല്ലാഹു ചെയ്തു. പക്ഷേ ആഖിറത്തിനെ ലക്ഷ്യമിടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ അവരുടെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം അല്ലാഹു സ്വീകരിക്കും. അങ്ങനെ അല്ലാഹു സ്വീകരിക്കുന്ന അമലുകൾ ചെയ്തുകൊണ്ട് പടച്ചവന്റെ തൃപ്തിയും പൊരുത്തവും നേടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإن
قريب أجيب دعوة